ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാ ലൈറ്റ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇന്നലെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് 800 പൈസ ഉണ്ടായിരുന്നുള്ളൂ. നിസ്വയിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അവിടെ ഏതാ ഷോപ്പൊന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് ക്ലേ ആണ്, ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസിലി മാനേജബിളാണ്. ഇത് തമ്മിൽ ഒട്ടിക്കാനായിട്ട് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെയാണ് ഈ ഒരു ക്ലേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈറ്റ് കളറും അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളർ, അതായത് നമ്മുടെ സ്കിൻ കളർ തന്നെയാണ്, ഡോളിൻ്റെയൊക്കെ സ്കിൻ കളറാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് തമ്മിൽ മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ 2 ഈക്വൽ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാലുണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഷീറ്റ് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഏകദേശം കാലിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ, അത് ഏകദേശം മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഒരു പകുതി കണ്ടിട്ട് നമ്മൾ വിരലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു സൈഡിൽ മാത്രമേ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടിൻ്റെ ഭാഗത്തുള്ളൊരു ബെൻഡ് കിട്ടും. അപ്പോൾ അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് സമയം എടുക്കുമെങ്കിലും കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, ഞാനും ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയും പോയി പഠിക്കുന്നതൊന്നുമല്ലല്ലോ, സ്വയം പഠിക്കുന്നതാകുമ്പോൾ പെർഫെക്ഷൻ ആവാനായിട്ട് കുറച്ച് ടൈം അധികം എടുക്കും. അപ്പോൾ അതൊന്നും വിഷമിക്കണ്ട, നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായാലും റെഡിയാവാം. പിന്നെ ഈ ഒരു ക്ലേക്ക് ഇങ്ങനെ കാലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യണമല്ലോ ഈ കാല്. അപ്പോൾ അതിനുള്ള പോർഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ കാല് രണ്ടും ഓൾറെഡി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് തമ്മിൽ ടച്ച് ചെയ്താൽ പിന്നെ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അങ്ങ് ഒട്ടിക്കിട്ടും. പിന്നെ നമുക്ക് വലിച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത ഭാഗം ഇതുപോലെ ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതും നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത്, ഇത് ചെയ്ത ഉടനെ തന്നെ ബോഡി പാർട്ടിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കയ്യിൽ പിടിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള കളറിലുള്ള ഏതെങ്കിലും ഒരു ക്ലേ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പം വേണ്ടുന്നത് പാവാടയല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കുലർ പീസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചുരുക്കെടുക്കില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തമ്മിൽ ഒട്ടിക്കോളും. അപ്പോൾ നമ്മൾ പാവാടക്ക് ചുരുക്കൊക്കെ എടുത്ത് കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ലെയറും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ലെയർ ഞാൻ വേറെ തന്നെ എന്താ പറയുക, ബ്ലൂ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു നമുക്ക് ബോഡി പാർട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. ബോഡി ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കുറച്ചധികം ടൈം എടുക്കും. പിന്നെ മാത്രമല്ല നമ്മൾ പാവാടയൊക്കെ ഉടുപ്പിച്ചതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏകദേശം പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്കേർട്ടിന് രണ്ടാമത്തെ ഒരു തട്ട് കൂടെ കൊടുക്കുകയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് വെറുതെ തോന്നി അതുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഈ ഒരു ക്ലേ അല്ല ഈ ഡ്രസ്സാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് ഉള്ളതിനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കൈയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ കാലെങ്ങനെയാണോ ആക്കിയത് അതേപോലെ തന്നെയാണ് കൈയും ആക്കേണ്ടത്. പിന്നെ നമ്മളുടെ കൈയുടെ ടിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നമുക്ക് കൈയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ആക്കാം. ഞാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതും ഞാൻ ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് റെഡിയാക്കി. കണ്ടോ, കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടിയിട്ടുണ്ട്, ബോഡിയും കൈയും കാലും ഒക്കെ. ഇനിയിപ്പോൾ ഡ്രസ്സിന് ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രീനാണ്. അപ്പം നെക്ക് കിട്ടാനായിട്ട് ഞാനിതുപോലെ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കുറേ അച്ചുകൾ കിട്ടിയില്ലേ, അതുപോലെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തതേ ഉള്ളൂ. അത് വലിയ ഭംഗിയുള്ള ഡിസൈനൊന്നുമല്ല, ജസ്റ്റ് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളാണല്ലോ ഇത് ചെയ്യുന്നത്, നമ്മളുടെ ഇഷ്ടത്തിന് എന്ത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിതൊരു സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഡ്രസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ പെർഫെക്ഷനും കുറച്ചുകൂടെ ഭംഗിയൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഫോൺ വെച്ച് റോൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ടൂളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, നൈഫായാലും മതി. നമുക്കിതിന് എല്ലാം ടൂള് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ക്ലേ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിന് ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടുന്നത് ടോപ്പിന് കുറച്ച് ഡിസൈൻ കൊടുക്കണമെന്നുണ്ട്. ടോപ്പ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാകുമ്പോൾ വലിയ ഭംഗിയില്ലല്ലോ. അപ്പോൾ ടോപ്പിന് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. ശരിക്ക് ഡ്രസ്സാക്കാനായിട്ട് കോൾഡ് പോഴ്സലൈൻ ക്ലേ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്നിപ്പോൾ നമ്മളുടെ കയ്യിലില്ല, അത്യാവശ്യം കോസ്റ്റ്ലിയറുമാണ്, അതുകൊണ്ട് പിന്നെ അത് നടക്കില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സിനും സെയിം മെത്തേഡിലാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കിന് ഇതുപോലെ വെറുതെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു. ഇനി കഴുത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കഴുത്തും തലയും തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ബാമ്പു സ്റ്റിക്ക് ഞാൻ അവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു കൈ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്ന പോലെ ചുരുക്കെടുക്കുന്നില്ലേ, അതുപോലെ ചുരുക്കെടുത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കൈ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ അടുത്ത കൈയും കൂടെ ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നന്നായിട്ട് സ്റ്റിക്കായിക്കോളും. ഇത് ഒട്ടും വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊന്ന് ഊതിയ പാറിപ്പോവും, അത്രയും വെയ്റ്റ്ലെസ്സാണ് ഈ ക്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈസിലി ഒന്ന് മാനേജബിളായിട്ട്, നമുക്ക് കൈ വഴങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്ലേ വേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു കാശിന് എന്ന് പറയുകയാണെങ്കിൽ ലാഭമല്ലേ. അപ്പോൾ ഞാനിതാ രണ്ട് കൈയിലും ഇതുപോലെ വെറുതെ ഒരു ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ, അങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളറ് നല്ല കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാവും. ഇതിപ്പം എടുത്ത് എല്ലാം കൊടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഈ കളർ കോമ്പിനേഷൻ അത്ര പോരാന്ന്. പിന്നെ എന്ത് ചെയ്യാനാ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ നമുക്കിത് വളരെ ആഗ്രഹിച്ച് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലേ വേസ്റ്റ് ചെയ്യാനും എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഒരു പേടി പോലെയുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയാൽ നമുക്കത് വേസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇത്തിരി വേസ്റ്റായി പോകുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ. പിന്നെ വീണ്ടും സ്കേർട്ടിന് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ റൗണ്ട് റോളാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ബ്ലൂ കളറുള്ള സ്കേർട്ടിൻ്റെ ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തേ. ഇതുപോലെ ഇനിയിപ്പോൾ തലയാക്കി എടുക്കുകയാണ്. എനിക്കിപ്പോഴും പെർഫെക്ഷൻ ആവാത്തൊരു പോർഷൻ എന്ന് പറയുന്നത് മുഖമാണ് കേട്ടോ. ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ മൂക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട്നെസ് കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തലയുടെ മുടി ഭാഗം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഞാനൊരു 2-3 ഡോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറൊരു ടൈപ്പിലാണ് മുടിയാക്കി എടുക്കാൻ പോകുന്നത്. കുറച്ച് ലോങ് ഹെയർ, പിന്നെ അപ്പോൾ നമുക്ക് കേളി ഹെയർ വേണ്ടുന്നതും കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, ഒട്ടിച്ചു കൊടുക്കാം പിറകിൽ. അപ്പോൾ നല്ല ലോങ് ആയിട്ട് കുറച്ച് ഹെയർ ഇങ്ങനെ ആക്കി കൊടുക്കുക. നിങ്ങൾക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഐഡിയ വരും കേട്ടോ. നമുക്ക് ഈ നെറ്റി ഭാഗം ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒന്ന് നീറ്റായിട്ട് കിട്ടാനായിട്ട് ഞാനിത് ഇതുപോലെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് മുൻപിലത്തെ പോർഷനിൽ കേട്ടോ. എന്താ പറയുക, ഇനി ഞാൻ മുടി പിന്നിട്ട പോലെ ആക്കിയെടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ മുൻഭാഗത്ത് നമുക്ക് ഹെയർ ബാൻഡ് ഇട്ടതുപോലെയും ആകാം, പിറകിൽ മുടിയുടെ പോർഷൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ കെട്ടിയതുപോലെ ആവാം. അപ്പോൾ ഇതാണൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഭംഗി മുഖമായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ കമ്മലും കൊടുത്തിട്ടുണ്ട്, ഹാർട്ടും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ പാവയുടെ കയ്യിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.